ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയാണ് ഞങ്ങളുടെ ഐവലത്തോട് നിന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ എത്തിയപ്പം ഇന്നലെ രാവിലെ ഇത്ര വെള്ളമില്ലായിരുന്നു. ഉച്ചവഴി ഞാൻ കൂടിയത് കണ്ടില്ല, നല്ല ഒഴുക്കുണ്ട് അവിടെ. കണ്ട, ഇന്ന് രാവിലെ വന്നപ്പോഴാണ് ഭയങ്കര വെള്ളം കൂടി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയപ്പം ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. അപ്പം ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ്, രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 10:30 ആയപ്പം നല്ല വെള്ളം പൊങ്ങി. അപ്പം ഇന്നലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു. ആ മരം കണ്ടില്ലേ, അവിടെ ഒരാൾ താഴ്ന്നു കിടക്കുമായിരുന്നു. നല്ല മഴക്കോള് കാണുന്നു കേട്ടോ. ഇപ്പം നല്ല മഴ വരുന്നുണ്ട്. ആ മഴ വന്നപ്പോൾ പ്രകൃതി കണ്ടില്ലേ, ഇത്തിരി വേറെ അല്ലേ. അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് കിടക്കാം. അക്കരൊക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ മാത്രമല്ല, അവിടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഉണ്ട്. ഞാൻ ചേട്ടന്മാരൊക്കെ അവിടെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ചില താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് വെള്ളം പൊങ്ങിയാൽ വീടുകളിലൊക്കെ വെള്ളം കയറും. ഞാൻ ഇന്ന് വാർത്ത കണ്ടപ്പോൾ ഒരു വല്ല തോന്നി. എന്താണെന്ന് വെച്ചാൽ, ഈ ഉയർന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ സുരക്ഷയായിരിക്കും. പക്ഷേ ഈ താഴ്ന്ന സ്ഥലത്തൊക്കെ വീട് വെച്ചാൽ നമുക്ക് പണി കിട്ടുന്നതല്ല. അതായത് ഈ മഴക്കാലമാണ് സൂക്ഷിക്കേണ്ടത്, സത്യമല്ലേ. അപ്പം മഴക്കാലം സൂക്ഷിക്കണം. അപ്പം താഴ്ന്ന സ്ഥലത്ത് വീട് വെച്ചാൽ അവർക്ക് പണി കിട്ടും. എങ്ങനെയൊക്കെ വീട് വെച്ചാലും ഇപ്പോൾ ഒളിച്ചു പോകുന്ന പോലത്തെ ഒഴുക്കല്ലേ, അതുപോലുള്ള മഴയാണ്. ഇപ്പം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കുട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പം അങ്ങോട്ട് വെള്ളം കൂടുവാന്ന് തോന്നുന്നു. കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. റബ്ബർ തോട്ടിലൊക്കെ വെള്ളം കയറി. കുറച്ച് മുമ്പ് അവിടെ വരെ വെള്ളം ഇല്ലായിരുന്നു, അപ്പം കൂടിക്കൊണ്ടിരിക്കുക. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കൂട്ടുകാരുണ്ട്, അവിടെ ചൂണ്ടയിടുന്നു. അല്ല, അടുത്ത മഴ വരുന്നു കേട്ടോ. ഞങ്ങൾ 2018 ഇതുപോലത്തെ കാലാവസ്ഥയായിരുന്നു. നല്ല കാറ്റും മഴയും വരുന്നുണ്ട് ഗൈസ്. ഇപ്പോഴൊക്കെ ഒരു കുറവുണ്ട്. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ വെള്ളം പൊങ്ങിയപ്പം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പം എന്നുവെച്ചാൽ പഠിത്തമൊക്കെ അവസാനിക്കാറായി. ഞാൻ കോളേജ് കഴിഞ്ഞാൽ അവസാനിക്കാറായി. എനിക്ക് 2 വർഷത്തെ കോഴ്സാണ്. അപ്പം അത് പക്ഷെ പൂർത്തിയാക്കാൻ കഴിയില്ല. ഇടയിൽ കോവിഡ് കാരണത്താലേ നല്ലതായി. നല്ല ഒഴുക്ക് കൂടിയില്ലേ, ഒഴുക്ക് കൂടിയിരുന്നു. ഐസ്. ഇപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയാൽ നമുക്ക് വഴി തെറ്റത്തില്ലേ, അതുപോലെ തോന്നും. ഇപ്പം എല്ലാവരും ജാഗ്രതയായിരിക്കുക. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ചില പിള്ളേർക്കൊക്കെ സന്തോഷകരമുള്ള വാർത്തയായിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ,
വെള്ളം പൊങ്ങി അവർക്കൊന്നും സ്കൂളിൽ പോകണ്ടല്ലോ അല്ലേ. അപ്പം അവർക്ക് സന്തോഷമായിരിക്കും, പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് സത്യം. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, ജോബിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തേത് കട്ടാകും. അങ്ങനെയുള്ള വിഷമങ്ങളുണ്ട്. കോളേജിൽ പഠിക്കുന്നവർക്ക് അങ്ങനെയാണ്. പഠിക്കുന്നവർക്ക്, നന്നായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല വെള്ളം പൊങ്ങി എങ്ങനെ പഠിക്കും, വെള്ളം കൊണ്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആകുമ്പം അത്രയ്ക്ക് ശരിയാകത്തില്ല, ഒരു വല്ലതല്ലേ. മനസ്സിലാവും എങ്കിലും പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ പഠിച്ചതാ. എനിക്ക് കോവിഡ് സമയത്ത് ഇതുപോലെ മഴയായിരുന്നു. മഴയല്ല, കോവിഡ് സമയത്ത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയത്. അന്ന് ഇതുപോലെ കുറച്ച് മനസ്സിലായി, കുറച്ച് മനസ്സിലാകത്തില്ല, അങ്ങനെ രീതിയായിരുന്നു. പിന്നെ ഞാൻ ടീച്ചറിനോട് ചോദിച്ച് എല്ലാം പഠിച്ചെടുത്തു. കുറച്ച് മുമ്പ് ഞാൻ കാലിന് വരികയുണ്ടോ, ഞാൻ ജസ്റ്റ് കാലൊന്ന് വെച്ച് നോക്കിയാണ്. ആ ഒഴുക്ക് കണ്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്ത് ഒന്നുകൂടെ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാണ്. അപ്പം അതുപോലുള്ള ഒഴുക്കാണ്. നല്ല ഒഴുക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയ കരിമരമാണ്. എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പേ ഈ വെള്ളമൊക്കെ വരുന്ന മുമ്പ്, എന്ന് വെച്ചാൽ 18 വെള്ളം കയറുന്ന മുമ്പ്, അത് ഞാൻ പറയുന്നില്ല, പറയുന്നുണ്ട്, പക്ഷേ വേണ്ട, അല്ല ഞാൻ പറയാം. അന്നൊരു സമരം എന്ന് വെച്ചാൽ എയർപോർട്ട് വന്നതേ ഇവിടെ മൊത്തം വെള്ളമാകും. അപ്പം അതുകൊണ്ട് ആറുമുളക്കാരെല്ലാം സമരം ചെയ്തു. അത് പോട്ടെ. അപ്പം നമുക്ക് നാളത്തെ വാർത്ത എന്താ നമുക്കറിയാം അല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഇവിടുത്താണ്, കുറച്ച് പേരുണ്ട് ഇവിടെ, ഇപ്പുറത്തെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ആ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുക കേട്ടോ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. വെള്ളക്കാർക്ക് പോട്ടെ അങ്ങോട്ട് പോട്ടെ കണ്ട. ഇപ്പം എൻ്റെ പഠിത്തം കഴിഞ്ഞ കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ വെള്ളം പൊങ്ങിയപ്പോൾ 2021 വെള്ളം പൊങ്ങിയപ്പോൾ ഇതുപോലായിരുന്നു. അന്ന് എനിക്ക് എക്സാം സമയമായിരുന്നു. അപ്പോൾ ഇതുപോലെ വെള്ളം പൊങ്ങിയപ്പോൾ പോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ്സായി. ഓൺലൈനിൽ കൂടെയൊക്കെ എക്സാം വന്നപ്പം എനിക്കും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അതും കുറച്ചറിയോ, ചിലതൊന്നും പിടിയിടുന്നില്ല, പക്ഷെ വല്ലാത്തതല്ലേ. വെള്ളക്കാർക്ക് പറഞ്ഞ നല്ല രസമുണ്ടല്ലേ. അപ്പം അങ്ങനെ അങ്ങനെ പഠിച്ചു. പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് എടുത്തു. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചു അതെങ്ങനെ പഠിക്കാം. ഇപ്പോൾ ഞാനിത് പഠിച്ചപ്പോൾ ഇംഗ്ലീഷാണ്, മൊത്തം ഇംഗ്ലീഷാണ്. ഫ്രണ്ട്സ്, ഇതാ അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല ഓളമുണ്ട്. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും, നല്ല ഓളത്തി. ഇപ്പോൾ ഒരു വെള്ളം കുറവാണ്, എന്നാലും നല്ല ഒഴുക്കുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് പഠിത്തത്തെ പറ്റി, ഞാൻ പഠിച്ചതിനെ പറ്റി അല്ലേ. ഇപ്പം ഞാൻ പഠിച്ച കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ IT പഠിച്ച IT കോളേജ്. നല്ല വർക്കിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കോളേജിനകത്ത് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആർട്സും പരിപാടിയൊക്കെ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ നാളെ ഇടുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.